കൂട്ടുകാരി സുഗമോ ദേവിയിൽ ഇനി വരാൻ പോകുന്നത് ഒരു കൊടും ക്രൂരത. അതെ കൂട്ടുകാരെ, നമ്മൾ അറിഞ്ഞു നമ്മുടെ ഋഷിയോട് ചെയ്ത പ്രഭാവതിയുടെ ക്രൂരത എന്താണെന്ന്. നമ്മൾ ആ കഥ അറിഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ അരുന്ധതിയും പ്രഭാവതിയും കടുത്ത ശത്രുക്കളായതും. ഇപ്പോൾ ദാ പ്രഭാവതിയുടെ വീണ്ടും ഒരറ്റകൈ പ്രയോഗം വരാൻ പോകുകയാണ്. അതുവഴി നമ്മുടെ ഋഷിക്കാട്ടോ അപകടം സംഭവിക്കുന്നത്. ഋഷി വീണ്ടും ICUവിൽ കിടക്കുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം അരുന്ധതി നമ്മുടെ പ്രഭാവതി വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രഭാവതി ആണെങ്കിൽ തന്റെ റേഞ്ച് എത്രത്തോളമാണെന്ന് അറിയിക്കാൻ താൻ ഇതിൽ ജയിച്ചേ തീരൂ, അരുന്ധതിയെ തോൽപ്പിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു വാശിയിൽ നമ്മുടെ പ്രഭാവതി നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ പ്രഭാവതിക്ക് നല്ല രീതിയിൽ അറിയാം, സ്വന്തം മകനെ, അതായത് അരുന്ധതിയുടെ മകൻ ഋഷിയെ തൊട്ട് കളിച്ചാൽ മാത്രമേ അരുന്ധതി വീഴുകയുള്ളൂ എന്ന് നമ്മുടെ പ്രഭാവതിക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പൊ നമ്മുടെ അരുന്ധതി ആണെങ്കിൽ ഋഷിയെ തുടർ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്നു. പക്ഷെ അവിടെ വെച്ച് കൊണ്ടുപോകുന്ന ആ ഒരു മൊമെന്റിൽ വെച്ച് നമ്മുടെ പ്രഭാവതി നമ്മുടെ ഋഷിക്ക് വീണ്ടും ഒരു കടുത്ത പണി കൊടുക്കുന്നുണ്ട്. അരുന്ധതിയില്ലാത്തൊരു സമയം നോക്കി നമ്മുടെ അരുന്ധതിയുടെ വീട്ടിൽ കയറി നമ്മുടെ പ്രഭാവതി നമ്മുടെ ഋഷിയെ വീണ്ടും മാനസികമായിട്ട് തകർത്ത് കളയുന്ന ഒരു നിമിഷങ്ങളാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ഒരു സ്വന്തം ജയത്തിന് വേണ്ടി ഋഷിയുടെ ജീവിതം വീണ്ടും ചിഹ്നം ഭിന്നമാക്കുന്ന പ്രഭാവതി. പിന്നീട് നമ്മുടെ ഋഷി ആ ഒരു മാനസിക പ്രഹരം കാരണം ശാരീരികമായിട്ട് ഉപദ്രവിക്കുമോ എന്നുള്ളതും നമുക്ക് ചോദ്യചിഹ്നമാണ്. കാരണം പ്രഭാവതി അത്രയ്ക്കും ക്രൂര മനസ്സായി കഴിഞ്ഞു അല്ലെ. വീണ്ടും നമ്മുടെ ഋഷി ICUവിലോട്ട് പോകുന്നതും വീണ്ടും ആ ഒരു ആരോഗ്യസ്ഥിതി പഴയ ഒരു രീതിയിലേക്ക് പോകുന്നതുമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇതെന്തായാലും നമ്മൾ അരുന്ധതി വെച്ചു പൊറപ്പിക്കത്തില്ല. അരുന്ധതിക്ക് ഒട്ടും ക്ഷമിക്കാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ വീണ്ടും ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാകും വരാൻ പോകുന്നത്, കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങളാട്ടോ. നോക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.